കുലുക്കല്ലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല പൂരത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൊപ്പം പേങ്ങാട്ടിരി റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ദേശകമ്മിറ്റി ഭാരവാഹികളുടെയും മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെയും യോഗവും വിളിച്ചു ചേർത്തു. മുളയൻകാവ് ക്ഷേത്രത്തിലെ കാളവേല പൂരം ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗവുമായാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഞായറാഴ്ച ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നത്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളും വിവിധ ദേശപ്രതിനിധികളും കമ്മിറ്റി ഭാരവാഹികളും മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ദേശവേലകൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ക്ഷേത്രത്തിൽ എത്തണമെന്ന നിർദ്ദേശം നൽകി. ഡിജെയും മറ്റു വാദ്യങ്ങളും സമയപരിധി കൃത്യമായി പാലിക്കണം. സുരക്ഷയ്ക്ക് അധിക പോലീസിനെ വിന്യസിക്കും. കാളവേല ദിവസമായ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെയും പൂരം ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് കൊപ്പം പേങ്ങാട്ടിരി റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വല്ലപ്പുഴ പട്ടാമ്പി വഴിയും കൊപ്പം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി വല്ലപ്പുഴ വഴിയും കടന്നു പോകണമെന്ന് പട്ടാമ്പി SHO ജെ ജിനേഷ് പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ടും നമ്മളെ കാളവേലകൾ നല്ല രീതിയിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് റോഡ് നമ്മൾ സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും കൊപ്പം മുതൽ നമ്മളുടെ പേങ്ങാട്ടിരി വരെയുള്ള റോഡ് സ്റ്റെറൈലാക്കുന്നതിന് ഉള്ള നിർദ്ദേശം ആണ് നമ്മൾ നൽകുന്നത്. അതായത് നമ്മൾ ചെർപ്പളശ്ശേരി ഭാഗത്ത് നിന്ന് വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പേങ്ങാട്ടിരിയിൽ നിന്ന് തിരിഞ്ഞ് പട്ടാമ്പി കൂടി തിരിഞ്ഞു പോകേണ്ടതാണ്. അതുപോലെ തന്നെ വല്ലപ്പുഴ മുതലും മുളയങ്കാവ് വരെയുള്ള റോഡും സ്റ്റെറൈലായിട്ട് തന്നെ നിൽക്കണം. ആ ഭാഗത്തു നിന്നും കാളകൾ ഒട്ടനവധി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ പട്ടാമ്പി വഴി തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ഥലങ്ങളിലേക്ക് പോകണം. അതേപോലെ കൊപ്പത്ത് നിന്ന് നമുക്ക് ചെർപ്പളശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ വല്ലപ്പുഴ ഭാഗത്തേക്കോ പോകുന്ന വാഹനങ്ങളും പട്ടാമ്പി വഴി തന്നെ കയറി പോകേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള കാളവേല കറക്റ്റ് സമയബന്ധിതമായിട്ട് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിനും വളരെ മനോഹരമായി ഈ വേല നടത്തുന്നതിനും സാധിക്കുള്ളൂ. അപ്പം എല്ലാ യാത്രക്കാരും ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളണം. നമുക്ക് ട്രാഫിക് നിയന്ത്രണം നമ്മൾ 11-ാം തീയതി നാളെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് വൈകുന്നേരം 6 മണി മുതൽ 12-ാം തീയതി പുലർച്ചെ 5 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കാളകൾ റോട്ടിലേക്ക് ഇറങ്ങുന്നതും ക്ഷേത്രത്തിലേക്ക് വരുന്നതും. അപ്പൊ 6 മണി മുതൽ പുലർച്ചെ 12-ാം തീയതി പുലർച്ചെ 5 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഫുള്ള് ഒരു വാഹനങ്ങളും നമ്മൾ ഈ ഭാഗത്തേക്ക് വിടുന്നതല്ല. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ 12-ാം തീയതി പൂരം നടക്കുന്ന ദിവസം നമ്മൾ 3 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ അന്ന് വൈകുന്നേരം 8 മണി വരെയുള്ള സമയത്ത് ഇതേ സമാനമായിട്ടുള്ള രീതിയിൽ ഗതാഗത ക്രമീകരണം നടത്തുന്നതാണ്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ രാജേഷ് അധ്യക്ഷനായി. ചെർപ്പളശ്ശേരി SI ജയൻ, കൊപ്പം ASI രംഗരാജ്, ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ദേശപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെർപ്പളശ്ശേരി.